എല്ലാവരും പറയും ഇതൊരു ഡ്രീം ബൈക്കാണെന്ന്. പക്ഷേ ചിലർക്കൊക്കെ ഇതൊരു മിസ്റ്റേക്കാണ്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അവൻ വണ്ടി എടുത്തതിന് ശേഷം അധികമൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് കൊടുക്കാൻ പോവാണ്. 2023 നവംബറിൽ നമ്മുടെ വീസ്ട്രോമിൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ നാട്ടിൽ വന്ന സമയത്ത് അന്ന് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു ബിഗ് ബൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീസ്ട്രോം ആയിരുന്നു. അതിൻ്റെ ഈ മഞ്ഞ കളറൊക്കെ പലർക്കും ഒരു കൗതുകമായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ അഡ്വഞ്ചർ ബൈക്കൊക്കെ ഇങ്ങനെ എത്തി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. വണ്ടി ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മനസ്സിൽ ബൈക്കിനെ കുറിച്ചുള്ള ഒരു സ്പാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ എനിക്കന്ന് പറ്റി. അന്ന് ഏറ്റവും പോപ്പുലറായി നിൽക്കുന്ന ഒരു അഡ്വഞ്ചർ ബൈക്ക് ഹിമാലയൻ 411 ആയിരുന്നു. വീസ്ട്രോം എടുത്ത എന്നോട് എല്ലാവരും കോമണായി ചോദിച്ചൊരു ചോദ്യമാണ് ഹിമാലയൻ എടുത്തുകൂടായിരുന്നു എന്നുള്ളത്. ഞാനത് ആക്ച്വലി കമ്പയർ ചെയ്തിട്ടാണ് എടുത്തത്. 411നെക്കാളും ഹൈവേ പെർഫോമൻസ് വീസ്ട്രോമിനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വീസ്ട്രോം പർച്ചേസ് ചെയ്തത്. പക്ഷേ ആ ഒരു സമയത്ത് നോൺ ബൈക്കേഴ്സായ എൻ്റെ ഫ്രണ്ട്സിനെ വീസ്ട്രോം എടുക്കാൻ എനിക്ക് ഒരു വിധത്തിലും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം വീസ്ട്രോം അത്ര പോപ്പുലർ അല്ല. അത് മാത്രമല്ല, എൻ്റെ ബൈക്സിലുള്ള ടേസ്റ്റ് കുറച്ച് ഡിഫറൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വീസ്ട്രോം പർച്ചേസ് ചെയ്തത്. അപ്പോൾ അവന്മാരെ എനിക്ക് കൺവിൻസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ്ങും പഞ്ചി ആയിട്ടുള്ള എന്തെങ്കിലും വേണം. പക്ഷേ 411നെ കുറിച്ച് ആ സമയത്ത് കേട്ടിരുന്ന കംപ്ലൈൻറ്റുകളും അതുപോലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്കതൊരു നെഗറ്റീവായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് അത് വെച്ചിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അൺറിലയബിൾ ആണെന്നും കംപ്ലൈൻ്റ് ആണെന്നും ചേസ് ഒടിയെന്നൊക്കെ എല്ലാവരും പാട്ട് പാടി നടന്നുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. അങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുന്നവന്മാരെ എങ്ങനെ കൺവിൻസ് ചെയ്ത് ബൈക്ക് എടുപ്പിക്കാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് 2023 നവംബർ 24-ന് ഹിമാലയൻ 450യുടെ ലോഞ്ച്. ഈ വണ്ടിയുടെ ലോഞ്ച് എന്ന് കേട്ടപ്പോൾ 411-നുമായിട്ടാണ് എല്ലാവരും കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആദ്യം വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷേ പിന്നെ അങ്ങോട്ടേക്ക് ഈ വണ്ടി എടുക്കാൻ എനിക്ക് അവരെ കൺവിൻസ് ചെയ്യേണ്ടിയേ വന്നില്ല. കാരണം ഇതിന് കിട്ടിയ ഹൈപ്പ് അത്രത്തോളമായിരുന്നു. അങ്ങനെ 2023 തന്നെ ഡിസംബറിൽ നമ്മൾ ക്രിസ്മസിനോടൊക്കെ ഹിമാലയൻ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി നേരെ വിട്ടു. അങ്ങനെ കണ്ണൂർ ഷോറൂമിൽ പോയി. അവർ വണ്ടിയുടെ കീ ഇങ്ങോട്ട് തന്നു. പാർക്കിങ്ങിൽ വണ്ടി ഉണ്ടെന്നും പറഞ്ഞു. കൂടെ ഒരു എക്സിക്യൂട്ടീവും വരുന്നില്ല, ആരും വരുന്നില്ല. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നേരെ വണ്ടി പാർക്കിങ്ങിൽ തപ്പി കണ്ടുപിടിച്ച് വണ്ടി എടുത്തു. ഒന്ന് റോഡിലേക്ക് ഇറങ്ങി. ഏകദേശം ആദ്യത്തെ 2 ഗിയർ വലിയ കുഴപ്പമില്ല, ഒരു മടിയനൊക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ മൂന്നാമത്തെ ഗിയറിൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു പേടി വന്നു. കാരണം ഇനി കൊടുത്താൽ വണ്ടി കയ്യിൽ നിൽക്കില്ല എന്നുള്ളൊരു തോന്നൽ. നമ്മളവിടം വരെ വീസ്ട്രോമിലാണ് വന്നത്. വീസ്ട്രോമിനൊന്നും അങ്ങനത്തെ ഒരു ക്യാരക്ടറേ ഇല്ല. ഭയങ്കര കാമായി കയറിപ്പോകുന്ന വണ്ടിയാണ്. എനിക്കിതിൻ്റെ ആ ഒരു അക്രമം കണ്ടപ്പോൾ തന്നെ എനിക്ക് വണ്ടി വല്ലാതെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ ഒരു പാടത്തിൻ്റെ സൈഡിൽ നിർത്തി ഫ്രണ്ടിനോട് വണ്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി ഓവറോളൊന്ന് നോക്കി. എൻ്റെ മോനെ, അക്രമ സാധനം. വണ്ടിയുടെ വീൽ ബേസൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവാണ്. ആ ടാങ്കിൻ്റെ സൈസും നമ്മൾ വണ്ടിയുടെ ഉള്ളിലിരുന്ന് ഓടിക്കുന്ന, നമ്മൾ ഫസ്റ്റ് ടൈം വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അഡ്വഞ്ചർ ചെയ്യണം, ഒരുപാട് ട്രാവൽ ചെയ്യണം, ഹിമാലയത്തിലൊക്കെ പോകണം എന്നുള്ള ആ ഒരു ഫീലാണ് എനിക്ക് അവിടെ വെച്ച് വണ്ടി കണ്ടപ്പോൾ വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അന്നേരം തന്നെ വീസ്ട്രോം എക്സ്ചേഞ്ച് ചെയ്ത് ഹിമാലയൻ എടുത്താലോ എന്ന് വരെ തോന്നിപ്പോയി. പക്ഷേ വീസ്ട്രോം എടുത്ത കഥ തന്നെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഹിമാലയൻ എടുക്കാനുള്ളൊരു ശേഷിയില്ലായിരുന്നു. സോ പിന്നെ എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച കൂട്ടുകാരനെയും കൺവിൻസ് ചെയ്യേണ്ടി വന്നില്ല. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വരാത്തൊരു കൂട്ടുകാരനെ അവൻ കൺവിൻസ് ചെയ്തു. അങ്ങനെ ഫുൾ വണ്ടി ബുക്ക് ചെയ്യേണ്ട മൂഡായി, ഡെലിവറി ചെയ്യേണ്ട മൂഡായി, ഫുൾ ട്രിപ്പ് അടിക്കണം, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തി എല്ലാവരും. അങ്ങനെ ഷോറൂമിൽ തിരിച്ചെത്തി. ഷോറൂമിൽ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു 6 മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, എവിടെ അന്വേഷിച്ച് നോക്കിയാലും വണ്ടി കിട്ടാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ നെഗറ്റീവ് അടിച്ചു. അപ്പോൾ 6 മാസമൊക്കെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ മൂഡ് ചിലപ്പോൾ മാറും. അങ്ങനെ ഞാൻ കേരളത്തിൽ ഒരുവിധം ഷോറൂമിലൊക്കെ അന്വേഷിച്ചു. അങ്ങനെ തൃശ്ശൂർ ടാക്സ് ബൈക്സിൽ 2 മാസം കൊണ്ട് വണ്ടി ഇറക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവരെ കൺവിൻസ് ചെയ്തു. എൻ്റെ സെയിൽസ് പിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, വണ്ടി തൃശ്ശൂരിൽ നിന്ന് ബുക്ക് ചെയ്യുന്നു, അവിടെ തന്നെ ബാൻഡിഡോസ് ഉണ്ട്, നമുക്ക് ബാൻഡിഡോസ് പോയി ഫുൾ ആക്സസറീസ് ഫിറ്റ് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് വരാം. കാരണം അന്നേരം കണ്ണൂർ സൈഡ് ബാൻഡിഡോസ് ഒന്നുമില്ല, ഇന്നുമില്ല. അപ്പോൾ ആ പിച്ചിൽ അവന്മാർ വീണു. അങ്ങനെ ബാൻഡിഡോസിൽ ടാക്സ് ബൈക്സിൽ വണ്ടി ബുക്ക് ചെയ്തു. അവർ പറഞ്ഞതിനേക്കാൾ നേരത്തെ വണ്ടി ഡെലിവറി ചെയ്ത് തന്നു. പിന്നെ അങ്ങോട്ടേക്ക് ഒരു 1-2 മാസം ട്രിപ്പിൻ്റെ പൊടി പൂരായിരുന്നു. എനിക്കെന്ന് പറഞ്ഞാൽ വണ്ടി കാണുമ്പോൾ ഇതിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ്. പക്ഷേ ആ ഒരു സന്തോഷം പുതിയ വണ്ടിയുടെ ആ ഒരു ചൂട് പോകുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനാദ്യം വിചാരിച്ചത് വണ്ടി പുതിയ ബൈക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ട്രിപ്പിനും ഇവരും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ പിന്നെ റൈഡുകളുടെ എണ്ണം കുറഞ്ഞു. പിന്നെ ഞാൻ സോളോ റൈഡുകൾ പോകാൻ തുടങ്ങി. അങ്ങനെ ഫ്രണ്ട്സ് ഹിമാലയൻ്റെ ആ ഒരു ചൂട് പോകുന്നവരെ ട്രിപ്പ് വന്നു. പിന്നെ പതിയെ വണ്ടി മൂലയ്ക്ക് വെക്കാൻ തുടങ്ങി. അങ്ങനെ 2 വർഷത്തോളം വെച്ചു. വല്ലപ്പോഴും മാത്രം സ്റ്റാർട്ട് ചെയ്ത് ചെറിയ റൈഡുകൾ, പാല് വാങ്ങാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മാത്രം പോയി വണ്ടി കീപ്പ് ചെയ്തു.
അപ്പോൾ അങ്ങനെ 2 വർഷത്തിന് ശേഷം എൻ്റെ ഫ്രണ്ട് അവൻ്റെ ഈ വണ്ടി വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 14,000 കിലോമീറ്ററാണ്. അപ്പോൾ ഇവനെ ലാസ്റ്റായിട്ടൊന്ന് പറപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടി വന്നത്. ഇതിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി തോന്നുന്നില്ല, അത്രയ്ക്ക് ഫൺ ടു റൈഡാണ്. ഇത് വിൽക്കുന്നതിന് നമുക്ക് അവനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ക്യാഷ്വൽ യൂസിന് എടുക്കുന്ന ഒരു ബൈക്കല്ല ഇത്. ഇത് നമുക്ക് സാധാരണ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബൈക്കല്ല. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പം ഹൈവേ പെർഫോമൻസിനും ഓഫ് റോഡ് പോകുമ്പം ഓഫ് റോഡ് പെർഫോമൻസിനൊക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ആപ്റ്റായിട്ടുള്ളൊരു ബൈക്കാണ്. പക്ഷേ സിറ്റി റൈഡ്, ചെറിയ ചെറിയ ലോക്കൽ റൈഡുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഈ വണ്ടി കൊണ്ട് ബുദ്ധിമുട്ടും. ലോക്കൽ റൈഡിൽ യൂസ് ചെയ്യുന്നവരുമുണ്ട്, യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. പക്ഷേ അതിന് അതിൻ്റേതായ ഒരു കംഫർട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മളെ വീസ്ട്രോം നമ്മൾ ഉപയോഗിക്കുന്നത് അധികവും സിറ്റി റൈഡിലാണ്. അപ്പോൾ സിറ്റിയിൽ ആ ഒരു കംഫർട്ട് വീസ്ട്രോമിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. ഹൈവേയിലേക്ക് വരുമ്പം ഹിമാലയൻ ഒരു ബീസ്റ്റാണ്. ഓഫ് റോഡിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട. പക്ഷേ ട്രാഫിക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് സഫർ ചെയ്യും. ടൈറ്റായിട്ടുള്ള റോഡുകളിൽ നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രഗിൾ ചെയ്യും. അങ്ങനെ ഡെയിലി യൂസിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ പതിയെ പതിയെ വണ്ടി അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു റീസണാണ് എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഈ വണ്ടി വിൽക്കാനുള്ള കാരണം. അധികം ആളുകളും ഈ ബൈക്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ല പർച്ചേസ് ചെയ്യുന്നത്. അവർ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ബൈക്ക് വാങ്ങുന്നത്. വീക്കെൻഡ് റൈഡ്സ്, ട്രിപ്സ്, റീൽസ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ജീവിതം അതുപോലെ വർക്ക് ചെയ്യില്ല. ഡെയിലി വർക്കുണ്ട്, ട്രാഫിക് ഉണ്ട്, നമ്മൾ നന്നായിട്ട് ടയർഡാവും, നമ്മൾ മെൻ്റലി എക്സോസ്റ്റഡ് ആവും. അങ്ങനെ പതിയെ പതിയെ നമ്മുടെ ഡ്രീം ബൈക്ക് ജസ്റ്റ് അവിടെ ഇരിക്കും. അപ്പോൾ ഹിമാലയൻ എന്ന് പറയുന്നത് ഒരു മോശം ബൈക്കാണോ? ഒരിക്കലുമല്ല. ഹിമാലയൻ എൻ്റെ ഫേവറേറ്റ് ബൈക്കാണ്, എൻ്റെ ഡ്രീം ബൈക്കാണ്. എന്നാൽ പിന്നെ എനിക്കിപ്പോൾ ഹിമാലയൻ എടുക്കാം. ഒന്നും ആലോചിക്കാതെ ചാടിക്കറി പർച്ചേസ് ചെയ്ത് വണ്ടി പോർച്ചിൽ വെക്കാം. പക്ഷേ ഇതുപോലൊരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഓടിക്കുക തന്നെ വേണം. വെറുതെ പോർച്ചിൽ വെക്കാനാണെങ്കിൽ നമ്മളത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. സോ എൻ്റെ ഡ്രീം ബൈക്ക് ആയിരുന്നിട്ട് പോലും ഞാനിപ്പോൾ ഹിമാലയൻ പർച്ചേസ് ചെയ്യാത്തത് എൻ്റെ ലൈഫ് സ്റ്റൈലുമായിട്ട് ഒട്ടും മാച്ച് ആവാത്ത വണ്ടിയാണ് ഹിമാലയൻ. കാരണം എൻ്റെ അധികം റൈഡുകളും സിറ്റിയിലാണ് വരുന്നത്. എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ കൂടുതൽ ഞാൻ എൻകൗണ്ടർ ചെയ്യുന്നത് ട്രാഫിക്കാണ്. അതിൽ ഹിമാലയൻ ഒട്ടും സ്യൂട്ടബിൾ അല്ല. മാത്രമല്ല, നമ്മളിപ്പോൾ പോകുന്ന ചെറിയ ചെറിയ റൈഡ്സ് ആണെങ്കിലും, ചെറിയ ചെറിയ ഓഫ് റോഡ്സ് ആണെങ്കിലും, വീക്കെൻഡ് ഗെറ്റ് അവേസ് ആണെങ്കിലും, നമ്മളിപ്പോൾ റീസെൻ്റ്ലി ധനുഷ്കോടി പോയി വന്നു. അപ്പോൾ ഈ ആവശ്യങ്ങൾക്കൊക്കെ നമ്മുടെ വീസ്ട്രോം ആവശ്യത്തിലധികം പവറും കംഫർട്ടും മൈലേജൊക്കെ തരുന്നുണ്ട്. സോ ഒരു അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ളൊരു ഫീല് ഇതുവരെ വീസ്ട്രോമിൽ നിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം മാത്രമേ ബൈക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. സോ നിങ്ങളും ബൈക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.